മൻമോഹൻ സിംഗിനെ മരണത്തിൽ പോലും കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന് രാഹുൽ ഗാന്ധി. ദുഃഖാചരണം കഴിയാൻ നിൽക്കാതെ പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോയത് എന്തിനെന്ന് ചോദിച്ച് ബിജെപി. ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുലിനെ ലക്ഷ്യമിട്ട് വിയറ്റ്നാം യുദ്ധം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസും ബിജെപിയും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്രാ വിവാദത്തിലെത്തി നിൽക്കുന്നു. വിയറ്റ്നാമിലേക്ക് പറന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ബിജെപി വിമർശനം കടുപ്പിക്കുകയാണ്. പ്രതികരണവുമായി കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതോടെ വിവാദം കൂടുതൽ കൊഴുക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരകം നിശ്ചയിച്ച സ്ഥലത്ത് നടത്തണമെന്ന പാർട്ടിയുടെ അഭ്യർത്ഥന നിഷേധിച്ച കേന്ദ്ര നടപടിയെ രാഹുൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. ഭാരത് മാതാവിന്റെ മഹാനായ പുത്രനും സിഖ് സമുദായത്തിൽ നിന്നുമുള്ള ആദ്യ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജിയുടെ അന്ത്യകർമ്മങ്ങൾ നിഗംബോധ് ഘട്ടിൽ നടത്തിയതിലൂടെ സർക്കാർ അദ്ദേഹത്തെ പൂർണ്ണമായും അപമാനിച്ചിരിക്കുന്നു എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. മൻമോഹൻ സിംഗിന് വേണ്ടി ഡൽഹിയിൽ സ്മാരകം നിർമ്മിക്കുമെന്നും ഈ തീരുമാനം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിന്നീട് വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് കടുത്ത വിമർശനം തുടർന്നു. ഇതോടെ കോൺഗ്രസിന്റെ വായടപ്പിക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്ര ബിജെപി ആയുധമാക്കി. മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യമെങ്ങും ദുഃഖാചരണം നടക്കുന്ന വേളയിലെ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ബിജെപി നേതാക്കൾ ഓരോരുത്തരായി രംഗത്ത് വന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വന്നതോടെ പോരുമുറുകി. മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ കേന്ദ്രം കൈകാര്യം ചെയ്ത രീതിയിലെ പിഴവുകൾ മറയ്ക്കാനാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് കോൺഗ്രസ് തിരിച്ചടിക്കുന്നത്. മൻമോഹൻ സിംഗ് പടുത്തുയർത്തിയ ആധുനിക ഇന്ത്യയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നത് ബിജെപി നേതൃത്വത്തിനും കേന്ദ്ര സർക്കാരിനും അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ മരണത്തിൽ പോലും അപമാനിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. സ്മാരകത്തിനായി സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും സ്മാരകത്തിനായി സ്ഥലം കണ്ടെത്തുകയും വേണ്ടതിനാൽ സംസ്കാര ചടങ്ങുകൾ മുന്നോട്ടു പോവട്ടെ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ക്ഷുഭിതരാക്കിയതും രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയതും. രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം യാത്രയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തുടക്കമിട്ടത് ബിജെപി IT സെൽ മേധാവി അമിത് മാളവ്യയാണ്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പുതുവർഷത്തെ വരവേൽക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുവെന്നായിരുന്നു മാളവ്യ പറഞ്ഞത്. എക്സ്പോസ്റ്റിലൂടെ ആയിരുന്നു അമിത് മാളവ്യയുടെ വിമർശനം. ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന്റെ സിഖ് വിരോധം കൂടി അമിത് മാളവ്യ എടുത്തു പറയുകയുണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഗാന്ധിമാരും കോൺഗ്രസും സിഖുകാരെ വെറുക്കുന്നു. ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അവഹേളിച്ച കാര്യം ഒരിക്കലും മറക്കരുതെന്നും മാളവ്യ പറഞ്ഞു. രാഹുൽ ഗാന്ധി സ്വകാര്യമായി യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നതെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള MP മാണിക്യം ടാഗോർ പരിഹസിച്ചു. പുതുവർഷത്തിലെങ്കിലും മനസ്സ് ശുദ്ധമാക്കി വെക്കുക എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 തവണ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങുകളും സ്മാരകവും ഒക്കെ സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാഗ്വാദങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ വിവാദം. മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിൽ ഗാന്ധി കുടുംബം പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ബിജെപി ചോദിച്ചിരുന്നു. എന്നാൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന്റെ സ്വകാര്യതയെ തങ്ങൾ മാനിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസ് നൽകിയ മറുപടി. ഇതിന്റെ തുടർച്ചയായാണ് ബിജെപി വിയറ്റ്നാം യാത്രയുടെ പേരിൽ രാഹുലിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നത്.